ഇപ്പോൾ വയനാട്ടിൽ നമ്മുടെ സുർജി കാത്തുനിൽപ്പുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ കരട് പട്ടിക തയ്യാറായി. പക്ഷേ പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ കല്ലുകടി തുടങ്ങുകയും ചെയ്തു. പട്ടികയിൽ അപാകതയുണ്ടെന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. സുജിത്ത് അയ്യപ്പത്ത് വയനാട് നിന്ന് ചേരുന്നു തത്സമയം. സുജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പുറത്തു വന്നിരിക്കുന്നത് ഒരു അന്തിമ പട്ടികയല്ല, കരട് പട്ടികയാണ്, ആദ്യഘട്ട പട്ടികയാണ്. 388 കുടുംബങ്ങൾ ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ 10 ദിവസത്തിനകം പരാതി നൽകാനുള്ള അവസരം കൂടിയുണ്ട്. സ്വാഭാവികമായും അത്തരം പരാതികൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ. ഇപ്പോൾ എന്താണ് ഈ ഇരട്ടിപ്പുണ്ട് എന്നതാണ് പ്രധാനമായും ആക്ഷേപം, അല്ലേ? ഇരട്ടിപ്പ് മാത്രമല്ല, അർഹരായ പലരും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രജിൻ ക്രിസ്റ്റീന, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സമിതികളുണ്ട്. ആ സമിതി ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചയാണ്. ഒരു 10, 11, 12 വാർഡ് തല സമിതി ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഈ ദുരന്തബാധിതരുടേതായിട്ടുണ്ട്. അതായത് നേരിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പാണ്. മറ്റൊന്ന് ജനശബ്ദം എന്ന് പറയുന്ന മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടിയുണ്ട്. ഇതിലെല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ഇന്നലെ ഈ ലിസ്റ്റ് പുറത്തു വന്ന ശേഷം ഉണ്ടായിരിക്കുന്നത്. അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം 388 പേരുടെ ലിസ്റ്റാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ ഈ പുനരധിവാസത്തിന്റെ ഭാഗമായി പരിഗണിക്കുന്നത്. മാനന്തവാടി സബ് കളക്ടർക്കായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചുമതല. ഇതിൽ ജിയോ റഫറൻസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ട്, KSEBയുടെ അടക്കമുള്ള വിവരങ്ങൾ സമാഹരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയത്. നേരത്തെ ഗ്രാമപഞ്ചായത്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. അതിൽ 500-ലേറെ പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ലിസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ആദ്യഘട്ട പരിഗണന, ആ പരിഗണനയിൽ വരുന്ന 388 പേരുടെ ലിസ്റ്റിൽ തന്നെ പലരുടെയും ഇരട്ടിപ്പായിട്ടുണ്ട്. അതായത് നേരത്തെ ഒരു കുടുംബത്തിലെ തന്നെ 2 പേരുടെ പേരുകൾ, ചിലർ ഒരു കുടുംബം തന്നെ പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥയുണ്ട്. അത്തരം ആളുകളുടെ പേരുകൾ കൂടി ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ചില അർഹരായിട്ടുള്ള ആളുകൾ, അവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ പ്രത്യേകിച്ച് മുണ്ടക്കൈ മേഖലയിലാണ്. ഒരു തരത്തിലും വാസയോഗ്യമല്ലാത്ത വിധത്തിൽ നിർണയിച്ച പ്രദേശങ്ങൾ പലതുമുണ്ട്. അതിനകത്ത് ഉൾപ്പെട്ട ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം. പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് ദുരന്തബാധിതരുടെ പ്രതിഷേധത്തിൻ്റെ സാധ്യതയുണ്ട്. കാരണം ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ LSGDയുടെ ജോയിന്റ് ഡയറക്ടർ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കരട് പട്ടിക തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും പഞ്ചായത്തുമായി ഒരു കൂടിയാലോചന ഉണ്ടാകേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ല ഈ കരട് പട്ടികയ്ക്ക് രൂപം നൽകുമ്പോൾ എന്നുള്ള ഒരു ആക്ഷേപം പഞ്ചായത്ത് ഉന്നയിക്കുന്നുണ്ട്. ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ വിഷയത്തിൽ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അവസരമുണ്ട്. 15 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നവരെ പരിഗണിക്കും. അതിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അത്തരത്തിലൊരു പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാകും അന്തിമ ലിസ്റ്റ് 30 ദിവസത്തിന് ശേഷം പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ജില്ലാ ഭരണകൂടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പട്ടിക വൈകി 10 ദിവസത്തിനകം, അതായത് 26-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങുന്നത്. 10 ദിവസത്തിനകം പട്ടിക പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. പക്ഷേ ഇത്രയും വൈകി 20 ദിവസത്തിലധികമായി. എന്നിട്ട് പോലും അതിൽ കല്ലുകടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും വിമർശനമായി ഈ ദുരന്തബാധിതർ ഉയർത്തുന്നത്. പ്രജിൻ ക്രിസ്റ്റീന. ശരി സുർജി, കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും എത്തുക. എന്തായാലും ഇത്തരത്തിൽ ഉള്ള പട്ടികകൾ തയ്യാറാക്കുമ്പോൾ എവിടെയാണെങ്കിലും ഈ അർഹർ മാത്രം ഉൾപ്പെടുക എന്നുള്ളത് അതൊരു നമ്മുടെ ചട്ടമായി മാറേണ്ടിയിരിക്കുന്നു. പിന്നെ മാത്രമല്ല ക്രിസ്റ്റീന, എനിക്ക് തോന്നുന്നത് ഇതൊരു ഒരു വലിയ ശ്രമകരമായ ജോലിയാണ്. അതിൽ കൃത്യമായ ആൾക്കാർ ഉൾപ്പെടുത്തണം, ഇരട്ടിപ്പ് ഉണ്ടാവാൻ പാടില്ല, ഇതൊക്കെയുണ്ട്. ഇപ്പൊ സർക്കാർ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കരട് പട്ടിക തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തിമ പട്ടികയല്ല, അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം, തിരുത്തലുകൾ ഉണ്ടാവാം. ഒരു 10 ദിവസത്തെ സമയം പരാതി നൽകാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കൃത്യമായ സമയപരിധി ആകുമ്പോഴത്തേക്കും കൃത്യമായൊരു പട്ടിക തയ്യാറാക്കാൻ റവന്യൂ വകുപ്പിനും സർക്കാരിനും കഴിയട്ടെ എന്നാണ് നമ്മളും പ്രത്യാശിക്കുന്നത്.